നമസ്കാരം. ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ. ഇന്ത്യ മറ്റു ബദൽ സംവിധാനങ്ങൾ തേടി ഇതിന് ദ്രുതഗതിയിൽ പരിഹാരമുണ്ടാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും താൽക്കാലികമായെങ്കിലും ഈ തീരുവ വർധനവ് മുഴുവൻ വ്യവസായങ്ങളെയും ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഉയർന്ന താരിഫ് വർധനവ് യുഎസിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവരെയും കയറ്റുമതി ചെയ്യുന്നവരെയും ഒരുപോലെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ ആഗോള സാമ്പത്തിക തകർച്ചയിലേക്ക് കാര്യങ്ങൾ വഴിമാറുമെന്ന ഭയം നിഴലിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ആഗോളതലത്തിൽ സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിന് നാന്ദി കുറിച്ചുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെ 60-ലേറെ രാജ്യങ്ങൾക്കുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യക്ക് 25% യുഎസിന്റെ പകരച്ചുങ്കം. അതുകൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായം ചെയ്യാനെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ച 25% അധിക തീരുവ ഈ മാസം 27 നിലവിൽ വരും. രണ്ടും ചേർത്ത് ഇന്ത്യക്ക് ആകെ 50% യുഎസ് തീരുവ. വിദേശ രാജ്യങ്ങൾക്ക് യുഎസ് ചുമത്തിയ തീരുവയിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത് എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. റഷ്യയുമായി നിലവിലും വ്യാപാര ബന്ധം യുഎസ് തുടരുമ്പോഴാണ് ഇന്ത്യക്ക് മേൽ മറ്റു രാജ്യങ്ങൾക്കൊന്നും അടിച്ചേൽപ്പിക്കാത്ത തരത്തിലുള്ള ചുങ്കം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ ബ്രസീലിനു മാത്രമാണ് 50% തീരുവയുള്ളത്. സിറിയയ്ക്ക് 41% തീരുവ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള പകരച്ചുങ്കം 50% ഉയർത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടി യുഎസിലേക്കുള്ള ഇന്ത്യയുടെ 55% വരെ കയറ്റുമതിയെ നേരിട്ട് ബാധിച്ചേക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് ടെക്സ്റ്റൈൽ, സമുദ്രോൽപ്പന്നങ്ങൾ, തുകലുൽപ്പന്ന മേഖലകളിൽ വലിയ ആഘാതമുണ്ടാക്കുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു. 50% തീരുവ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ ചെലവ് ഉയർത്തും. മറ്റു വിപണികളുമായി മത്സരിക്കാനാകാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പുറന്തള്ളപ്പെടുമെന്നും FIEO ഡയറക്ടർ ജനറൽ അജയ് സഹായ് പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയതിനു പിന്നാലെ വാൾമാർട്ട്, ആമസോൺ, ടാർഗറ്റ്, ഗ്യാപ് തുടങ്ങിയ പ്രമുഖ യുഎസ് റീറ്റെയിലർമാർ ഇന്ത്യയിൽ നിന്നുള്ള ഓർഡറുകൾ നിർത്തിവെച്ചതായാണ് റിപ്പോർട്ട്. വസ്ത്രങ്ങളുടെയും തുണിത്തരങ്ങളുടെയും കയറ്റുമതി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യുഎസ് റീറ്റെയിലർമാർ കയറ്റുമതി കമ്പനികൾക്ക് ഇമെയിൽ അയച്ചു. വർദ്ധിച്ച ചെലവ് തങ്ങൾ വഹിക്കില്ല എന്നാണ് ആമസോൺ അടക്കമുള്ളവർ പറയുന്നത്. കയറ്റുമതിക്കാർ തന്നെ ഉയർന്ന താരിഫ് ചെലവ് വഹിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ട്രംപ് താരിഫ് ഉയർത്തിയതോടെ 30 മുതൽ 35% വരെ ചെലവ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് യുഎസിലേക്കുള്ള ഓർഡറുകളിൽ 40 മുതൽ 50% വരെ ഇടിവുണ്ടാക്കാനും ഏകദേശം 4 മുതൽ 5 ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാക്കാനും ഇടയാക്കുമെന്നും കയറ്റുമതിക്കാരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെൽസ്പൺ ലിവിംഗ്, ഗോകുൽദാസ് എക്സ്പോർട്സ്, ഇൻഡോകൗണ്ട്, ട്രെഡന്റ് തുടങ്ങിയ പ്രമുഖ കയറ്റുമതിക്കാർ അവരുടെ വിൽപ്പനയുടെ 40 മുതൽ 70% വരെ നടത്തുന്നത് യുഎസിലാണ്. മോദിയുടെ വാക്കിൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ വിശ്വാസം തന്നെയാണെങ്കിലും ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തുന്നത് വരെ നെഞ്ചിടിപ്പിൽ തന്നെയാണ് പല വ്യവസായങ്ങളും മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക വളർച്ചയിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യയെ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ ട്രംപിന് കഴിയുമോ എന്ന കാര്യം ഇതോടെ കണ്ടറിയണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച